ശരീരത്തെ ബാധിക്കുന്ന മിക്കവാറും രോഗാവസ്ഥകളെല്ലാം തന്നെ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് കേട്ടിട്ടില്ലേ? ജീവിതത്തോടും മനുഷ്യരോടുമുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, മറ്റുള്ളവരോട് ആ വ്യക്തി പുലർത്തുന്ന പോസിറ്റീവോ നെഗറ്റീവോ ആയ മനോഭാവങ്ങൾ, അയാൾ അവരെ പരിഗണിക്കുന്ന രീതികൾ, അയാളിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകളുടെ സ്വഭാവം, അയാളിലെ മനോസംഘർഷങ്ങൾ, നിരാശ, വെറുപ്പ്, പക, വിനയം, സ്നേഹം, അയാൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, അയാളുടെ സമാധാനം, തൻ്റെ അനുഭവങ്ങളെ അയാൾ വ്യാഖ്യാനിക്കുന്ന രീതികൾ തുടങ്ങി മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് ഒഴുകുന്ന വിവരങ്ങളുടെ നിരന്തര പ്രവാഹം അയാൾക്ക് തൻ്റെ ശരീരവും ജീവിതവുമായി അനുഭവമാവുകയാണ് അഥവാ യാഥാർത്ഥ്യമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരകോശങ്ങളും അവയവങ്ങളുമൊക്കെ ഒരു മ്യൂച്വൽ ലവിൽ അഥവാ ഒരു സ്നേഹ പാരസ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് പാരസ്പര്യ നിയമം അഥവാ ലോ ഓഫ് മ്യൂച്വാലിറ്റി എന്ന് വിളിക്കാം. സ്നേഹത്തിലും സ്വാസ്ഥ്യത്തിലും സന്തോഷത്തിലും അധിഷ്ഠിതമാണ് പാരസ്പര്യ നിയമം. ഒരു മനുഷ്യ ശരീരത്തിൽ 30 ട്രില്യൺ കോടി സെൽസ് ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇൻഡിപെൻഡന്റ് ആണെങ്കിലും വളരെ വലിയൊരു സഹവർത്തിത സമൂഹമായാണ് ഇവയുടെ നിലനിൽപ്പ്. കോടിക്കണക്കായ കോശങ്ങളും കോശജാലങ്ങളും അവയവ സംവിധാന വ്യവസ്ഥകളുമൊക്കെയായി നിലനിൽക്കുന്ന നാം ഞാൻ എന്ന നിലയിൽ അനുഭവിക്കുന്നവയെല്ലാം ഞങ്ങൾ എന്ന നിലയിലാണ് നമ്മുടെ ശാരീരിക അവയവ വ്യവസ്ഥകളെല്ലാം ഏറ്റെടുക്കുക, പ്രത്യേകിച്ച് നമ്മുടെ കോശങ്ങൾ. അങ്ങനെയുള്ള നാം മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സ്നേഹത്തിലുമായിരിക്കുമ്പോൾ നമ്മുടെ കോശങ്ങളും ആ സ്നേഹ പാരസ്പര്യത്തെ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. നമുക്ക് മറ്റുള്ളവരോട് സഹായ മനസ്കതയും സഹകരണ മനോഭാവവും സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കോശങ്ങളും അനുകമ്പയിലും സഹാനുഭൂതിയിലും പ്രവർത്തിക്കുന്നു. എന്നാൽ നാം മറ്റുള്ളവരോട് വെറുപ്പിലും പകയിലും നിരാശയിലും ദേഷ്യത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ 30 ട്രില്യൺ കോടി കോശങ്ങളും ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. ആ സമയം അതിന് തങ്ങളുടെ സഹകോശങ്ങളുമായുള്ള പരസ്പര ബന്ധങ്ങളിൽ ചുവടുകൾ പിഴയ്ക്കുന്നു. ആ സമയം കോശങ്ങൾ അതിൻ്റെ സ്വന്തം പ്രതിരോധ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരായി തീരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അടക്കമുള്ള മിക്കവാറും രോഗാവസ്ഥകളെല്ലാം തന്നെ ശരീരത്തെ ബാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സ്നേഹം, പാരസ്പര്യം എന്നിവയുടെ പ്രഭാവവും അഭാവവും നമ്മുടെ ശരീരത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മെ കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷഭരിതവും അനുകമ്പാധിഷ്ഠിതവും സഹാനുഭൂതിയിൽ അധിഷ്ഠിതവും സഹകരണത്തിൽ അധിഷ്ഠിതവുമാക്കുമ്പോൾ ജീവിതത്തിൽ അത് ആരോഗ്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും കൂടുതൽ ക്ഷണിച്ചു വരുത്തുകയും നമ്മുടെ ജീവിതം തന്നെ കൂടുതൽ പ്രകാശമയമായി തീരുകയും ചെയ്യും.